നമസ്കാരം. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് കടുത്ത ആശങ്കയിലാണ്. SIR നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നതും ഗവർണർ മാറ്റവുമാണ് ആശങ്കയ്ക്ക് വഴിമരുന്ന് ഇടുന്നത്. നമുക്കറിയാം, മെനിങ്ങാന്നാണ് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന CV ആനന്ദ ബോസിനെ കേന്ദ്ര സർക്കാർ മാറ്റിയത്. തുടർന്ന് തമിഴ്നാട് ഗവർണറായിരുന്ന RN രവിക്ക് പശ്ചിമ ബംഗാളിന്റെ ചുമതല കൂടി നൽകിയിരിക്കുന്നു. അതോടുകൂടി കടുത്ത ഒരു ആശങ്കയിലാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും. കാരണം RN രവിയുടെ സ്വഭാവം എന്ന് പറയുന്നത്, ആരെങ്കിലും അങ്ങോട്ടേക്ക് ഒരു കാരണവുമില്ലാതെ RN രവിയെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ചൊറിയാനോ ചെന്നു കഴിഞ്ഞാൽ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്ന ഒരു കക്ഷിയാണ്. ഒരു IPS ഉദ്യോഗസ്ഥനാണ്, ഡെപ്യൂട്ടി NSA ആണ്. അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവൊക്കെ ആയിരുന്നു, ഡെപ്യൂട്ടി NSA ഒക്കെ ആയിരുന്നു RN രവി. കാരണം സ്റ്റാലിനെ തമിഴ്നാട്ടിലിട്ട് ഒരുപാട് വെള്ളം കുടിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ടെൻഷൻ മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനുമുണ്ട്. ആനന്ദബോസിനെ പോലെയല്ല രവി എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭയുടെ കാലാവധി മെയ് 7-നാണ് അവസാനിക്കുന്നത്. ഇതിനുള്ളിൽ പുതിയ സർക്കാർ അധികാരമേൽക്കണം. ഇനി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരേണ്ടതുണ്ട്. എന്നാൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിശോധനയുടെ ഭാഗമായി 60 ലക്ഷത്തിൽ പരം വോട്ടർമാർ തീർപ്പ് കാത്തിരിക്കുന്ന വിഭാഗത്തിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവരുടെ കാര്യത്തിൽ തീരുമാനമാകാതെ എങ്ങനെ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്ന ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഈ ഭാഗത്തിൽ അർഹത തേടുന്നവരെ ഉൾപ്പെടുത്തി അനുബന്ധ വോട്ടർ പട്ടിക ഇറക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഈ SIR ഒന്ന് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇതിന് എത്ര ദിവസം വേണ്ടിവരും എന്നതാണ് നിർണായകമായ ഒരു ചോദ്യം. തീർപ്പ് കാത്തിരിക്കുന്ന അപേക്ഷകളിൽ തീരുമാനം വൈകിയാൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നീളാനുള്ള സാധ്യതയുണ്ട്. മെയ് 7-നുള്ളിൽ പുതിയ സർക്കാർ വരാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനും തിരഞ്ഞെടുപ്പ് രാഷ്ട്രപതി ഭരണകാലത്ത് നടക്കാനും സാധ്യത ഉണ്ട് എന്നതാണ് തൃണമൂൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ ആശങ്ക ആക്കുന്നത്. ഇങ്ങനെ വന്നാൽ പോലീസ് സേനയുടെ പൂർണ്ണ നിയന്ത്രണം ഭരണകക്ഷിക്ക് നഷ്ടമാവുകയും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരികയും ചെയ്യും. അതായത് പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ ആർമിയും CISF ഒക്കെ ഇറങ്ങും. പോലീസിനെ വിന്യസിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും പുതിയ ഗവർണറുടെ സാന്നിധ്യം കേന്ദ്രത്തിന് സഹായകമാകുമെന്നാണ് തൃണമൂലിനൊരു ഭയമുണ്ട്. പതിവിന് വിപരീതമായി തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് സംസ്ഥാനത്തെ കേന്ദ്ര സേനയെ വിന്യസിച്ചതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. 480 കമ്പനി കേന്ദ്ര സേനയാണ് ആദ്യഘട്ടത്തിൽ പശ്ചിമ ബംഗാളിൽ ഇറക്കിയത്. ഇതിൽ 240 കമ്പനി എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് 10-ന് എത്തും. 501 ജുഡീഷ്യൽ ഓഫീസർമാരാണ് 60 ലക്ഷം അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഒഡീസ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്ന് 200 പേർ കൂടി എത്തും. മുഴുവൻ അപേക്ഷകളും തീർപ്പാക്കുമെന്നാണ് സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ യോഗങ്ങൾ അതീവ നിർണായകമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര സാന്താൾ കോൺഫറൻസ് പശ്ചിമ ബംഗാളിലെ ബിധാൻ നഗറിൽ നിന്ന് ദഹോത്ര വിമാനത്താവളത്തിന് സമീപത്തെ ഗോഷായ്പൂരിലെ താരതമ്യേന ചെറിയ വേദിയിലേക്ക് മാറ്റിയിരുന്നു. ആ ഒരു പ്രശ്നം ഇപ്പോൾ വലിയൊരു വിവാദമായി പശ്ചിമ ബംഗാൾ നിൽക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മാറ്റിയതെന്നാണ് പറയുന്നത്. എന്നാൽ വേദി മാറ്റിയത് കാരണം നിരവധി ഗോത്ര സമുദായ അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നും ആദ്യത്തെ വേദിയായിരുന്നുവെങ്കിൽ വലിയ ആൾക്കൂട്ടത്തെ ഉൾക്കൊള്ളാനാകുമായിരുന്നുവെന്നാണ് ചടങ്ങിൽ സംസാരിക്കവേ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും മറ്റു മന്ത്രിമാരുടെയും അസാന്നിധ്യത്തെക്കുറിച്ചും പ്രോട്ടോകോൾ പാലിക്കാത്തതിനെക്കുറിച്ചും രാഷ്ട്രപതി പറഞ്ഞിരുന്നു. കൂടാതെ രാഷ്ട്രപതിയെ കാണാനായിട്ട് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ എത്തിയപ്പോൾ മമതയുടെ പോലീസ് അവരെ ആട്ടി ഓടിക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലുണ്ട്. വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് മേയർ മാത്രമാണ്. ഇതാണ് രാഷ്ട്രപതിയെ അപമാനിച്ചു എന്ന രീതിയിലേക്ക് വന്നത്. അത് ഒരർത്ഥത്തിൽ ഇത് അപമാനം തന്നെയാണ് രാഷ്ട്രപതി. കാരണം രാഷ്ട്രപതി വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുമ്പോൾ, ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി എത്തുമ്പോൾ മുഖ്യമന്ത്രി, മറ്റ് വകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. മേയർ ഉൾപ്പെടെ ഉണ്ടാവേണ്ടതാണ് ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ആരും ഉണ്ടായില്ല. ആകെ മേയർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതാണ് രാഷ്ട്രപതിക്ക് ഒരു അപമാനം.